ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം നമ്മുടെ മൂറുകോളി റേഞ്ച് സമിതിയുടെ എല്ലാ ഉസ്താദന്മാർ, മുഅല്ലിം ഉസ്താദന്മാർ നേരിട്ട് കൂറത്തേക്കൊന്ന് ചെന്ന് അവിടെ തങ്ങളുടെ ഹളവത്തിൽ ഒരു ഖത്തം മോദി പൂർത്തീകരിച്ച് ദുആ ചെയ്യണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെയാണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ റേഞ്ചിലെ ബഹുമാന്യനായ സയ്യിദ് സൈനുൽ ആബിദീൻ ഹംസ സുഹൃ തങ്ങൾ കർപ്പാടി മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മൊത്തം ഒന്നിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഖത്തും പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്തു പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്യരായ സയ്യിദ് ഖുറദ് സാദത്ത് തങ്ങൾ ഉസ്താദ് അവറുകൾ നമുക്കെല്ലാം അറിയാം. നമ്മുടെ മൂറുകോളി റേഞ്ച് ഭാഗത്തുള്ള എല്ലാ പള്ളികളിലും ഖാളി ആയിരുന്നു എന്നതിൽ നമുക്ക് വലിയ സന്തുഷ്ടമായിരുന്നു. അൽഹംദുലില്ലാ, നമുക്ക് ആ തങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചുരുങ്ങിയിട്ട് 1-2 കാര്യങ്ങൾ. ആദ്യമായി വന്യരായ തങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രധാനമായി നേടിയെടുത്തത് ഒന്ന്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, ഈ ലോകത്തിൽ ഏറ്റവും നല്ല ആളുകളിൽ ഒരാൾ, ഈ ലോകത്തിൽ ഏറ്റവും നല്ല ആളുകളിൽ ഒരാൾ കൂടുതൽ ദുആ ചെയ്യാൻ ആർക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ അയാളാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ലയാൾ. ഞാൻ ഓർക്കുന്നു, വന്യരായ ഖുറത്ത് സാദാത്ത് തങ്ങൾ ഉസ്താദ് അവர்கள் ഒരു ദിവസത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എത്രയാണ്. അള്ളാഹു കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല ഒരാളുടെ അടയാളം ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. ഇനിയോ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഒരു കാര്യം, എപ്പോ ദുആ ചെയ്യുമ്പോഴും വന്യരായ തങ്ങള്, ഞങ്ങളുടെ മക്കള്, മക്കളുടെ മക്കള്, മക്കളുടെ മക്കള്, ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താനങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാതെ ആ ദുആ നിർത്താറില്ല. അപ്പോ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിങ്ങളെ കൂട്ടി ദുആ ചെയ്യുക എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഉപ്പയാകുന്ന സിദ്ദീഖ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, ആയിഷ, നിന്റെ ഭർത്താവ് ലോക നേതാവ് വീട്ടിലേക്ക് വന്നാൽ ഇന്ന് വിശേഷമായി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ആയിഷ ബീവി കാത്തു നിന്നപ്പോ മുത്തുനബി തങ്ങൾ കടന്നു വന്നു. ആയിഷ ബീവി മുത്തുനബി തങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകമായി ഒരു ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മുത്തുനബി തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു. ആയിഷ, അബൂബക്കറിന്റെ മകൾ, എന്റെ ഭാര്യ ആയിഷക്ക് നീ ലാഹിറും ബാത്തിനുമായ എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കണേ അല്ല. ഇനി പാവങ്ങൾ ഇല്ലാതെ നല്ല ജീവിതം നയിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല. അഫറഹത്തി, ഇപ്പൊ സന്തോഷമായോ ആയിഷ എന്ന് മുത്തുനബി തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു അതെ സന്തോഷമായി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഈ ദുആ ഇന്ന് മാത്രമല്ല 5 വഖത്ത് നമസ്കരിച്ച് ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥിക്കാതെ, ഈ പ്രാർത്ഥന നടത്താതെ ഞാൻ മുസല്ലയിൽ നിന്ന് വരാറില്ല. ഈ പ്രാർത്ഥന നിനക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന കഴിഞ്ഞുപോയ മരണപ്പെട്ടു പോയ ഉമ്മത്തീങ്ങൾ, ഇനി വരാനിരിക്കുന്ന ഉമ്മത്തീങ്ങൾ എല്ലാവർക്കും പ്രതിദിനം 5 വഖത്ത് നമസ്കരിച്ച് ഞാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ ദുആ ചെയ്യുകയാണ് എന്ന് മുത്തുനബി തങ്ങൾ ഓർമ്മപ്പെടുത്തില്ലേ. അതേ സ്വഭാവമാണ് വന്യരായ ഖുറത്ത് സാദാത്ത് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായത്. ഞാൻ നിർത്തുന്നു. മറ്റൊരു സ്വഭാവം, മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുമ്പോ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കാതെ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല. ഞാനടക്കം നിങ്ങൾ കേട്ടവരാണ്, കണ്ടവരാണ്. മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കുമ്പോ ബഹുമാനമുള്ള എന്ന് വിളിക്കാതെ ഒരിക്കലും ആ ദുആയിൽ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടില്ല. ഇത് മഹാന്മാർ കാണിച്ച വഴിയാണ്. കാരണം ഒരു മുസ്ലിമിന്റെ പേരിനെ പോലും ആദരിച്ച സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഒരു സ്വഹാബിയുടെ മകന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. ആ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനെ കയ്യിൽ കൂട്ടിക്കൊണ്ട് നടക്കുമ്പോ മറ്റൊരാൾ ആ മുഹമ്മദിന്റെ പേരിനെ വിളിച്ച് എന്തോ ചീത്ത വിളിച്ചപ്പോ ഭാര്യയുടെ അടുത്തേക്ക് മകനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഇനി എന്റെ മകന്റെ പേര് മുഹമ്മദ് അല്ല. കാരണം മുഹമ്മദ് എന്ന പേര് വിളിച്ചുകൊണ്ട് ഒരു ചീത്ത വിളിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് മുസ്ലിമീങ്ങൾക്ക് ഇപ്പൊ കൂടുതലും എല്ലാവർക്കുമുള്ള പേര് മുത്തുനബി തങ്ങളുടെ കൂട്ടുപേരൊന്ന് കൂടുതലായിട്ടുണ്ടാകും. അപ്പൊ ആ മുഅ്മിനീങ്ങളെ ബഹുമാനിക്കുക, മുഹമ്മദ് എന്ന് പേരുള്ളവരെ ബഹുമാനിക്കുക, അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ആ സ്വഭാവം കാണിച്ച മഹാനവറുകൾ നമുക്കത് മാതൃകയാണ്. മറ്റൊരൊറ്റ സംഭവം,
എപ്പോ ദുആ ചെയ്യുമ്പോഴും മരണത്തെ ഓർക്കാതെ ദുആ നിർത്താറില്ല. ആ ദുആയിൽ മൊത്തം മരണമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, ആരാണ് ഇവിടെ ബുദ്ധിമാൻ, ആരാണ് ഇവിടെ ശക്തിമാൻ? അതിന് മറുപടിയായി മുത്തുനബി തങ്ങൾ പറയുന്നത്, ഏറ്റവും വലിയ ബുദ്ധിമാൻ ഒരു ദിവസത്തിൽ 20 തവണ മരണത്തെ ഓർക്കുന്ന വ്യക്തിയാണ്. എത്ര തവണയാണ് ഒരു ദിവസത്തിൽ കുറത്ത് സാധാത്തവர்கள் മരണത്തിനെ ഓർത്തത്, ഓർമ്മിപ്പിച്ചത്? അള്ളാഹു ദറജ ഉയർത്തുമാറാകട്ടെ. ആ മഹാനവറുകളുടെ സ്മരണയാർത്ഥയാണ് ഞങ്ങൾ ഇവിടെ കൂടിയത്. അൽഹംദുലില്ലാഹ്, നമുക്കിന്ന് നല്ല സൗകര്യങ്ങളെല്ലാം നമ്മുടെ റേഞ്ചിക്കും നമ്മുടെ ഈ ജില്ലക്കെല്ലാം അഭിമാനമായ വന്യരായ കർപ്പാടിതങ്ങൾ എന്ന് അറിയപ്പെടുന്ന സയ്യിദ് സൈനുൽ ആബിദീൻ ഹംസ സുഹൂരി തങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഞങ്ങൾ ഇന്നിവിടെ എത്തി. നമ്മുടെ റേഞ്ച് പ്രസിഡന്റ് മറ്റു മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരാർത്ഥ സൗദി അറേബ്യയിലാണുള്ളത്. റേഞ്ച് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട മജീദ് ഹസൻ ഉസ്താദ് ഉണ്ട്.